CPM സംസ്ഥാന സമ്മേളനത്തിന് തിരശ്ശീല വീണതോടെ ഒരു വശത്ത് അതൃപ്തികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കുമാണ് തിരികൊളുത്തിയത്. ക്ഷണിതാവായി വീണ ജോർജിനെ തീരുമാനിച്ചതിൽ പരസ്യമായി അതൃപ്തി അറിയിച്ച മുൻ MLA A. പത്മകുമാർ രംഗത്തെത്തി. P. ജയരാജനെ മാനിക്കാതെ EP ജയരാജനെ മുൻനിർത്തിയതിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു. വിവാദങ്ങൾക്കിടയാക്കിയ CPMന്റെ 89 അംഗ സംസ്ഥാന കമ്മിറ്റിയിൽ 17 പുതുമുഖങ്ങൾ സമിതിയിൽ ഇടം പിടിച്ചു. തുടർ പരിശോധന നടത്തുമെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു ഇബ്രഹാം അറിയിച്ചെങ്കിലും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തെറ്റായിപ്പോയോ? തുടർഭരണം ലക്ഷ്യമിട്ട് CPM സംഘടിപ്പിച്ച സമ്മേളനം ഒരു വിജയമാണോ? പരിശോധിക്കാം. കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ 3 വർഷക്കാലത്തെ CPMന്റെയും ഇടതുപക്ഷ സർക്കാരിന്റെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഇതിൽ വിമർശനങ്ങളും സ്വയമേവയുള്ള വിമർശനങ്ങളും ശക്തമായി തന്നെ ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ കൃത്യമായി താഴെത്തട്ട് മുതൽ സംഘടനാ സംവിധാനങ്ങൾ പൂർത്തീകരിച്ച ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ലാതെ മറ്റൊരു പാർട്ടിക്കും രാജ്യത്ത് ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ മാത്രമല്ല, കേഡർ സ്വഭാവം പുലർത്തുന്നുവെന്ന് അവകാശപ്പെടുന്ന BJP പോലും സംഘടനാ സമ്മേളനങ്ങൾ നടത്തിയല്ല തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നോമിനേഷൻ വഴിയാണ് പാർട്ടി ഭാരവാഹികളെ പ്രഖ്യാപിക്കാറുള്ളത്. കോൺഗ്രസിലെ പോലുള്ള തമ്മിലടി BJPയിൽ വലിയ രൂപത്തിൽ കാണാതിരിക്കുന്നത് ആ പാർട്ടിയെ RSS നിയന്ത്രിക്കുന്നതുകൊണ്ട് മാത്രമാണ്. K. സുധാകരൻ KPCC പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത ഉടനെ നടത്തിയിരുന്ന ഒരു പ്രഖ്യാപനം കോൺഗ്രസിനെ മിനി കേഡർ പാർട്ടിയായി മാറ്റുമെന്നായിരുന്നു. എന്നാൽ സുധാകരന് ഇതുവരെ അതിന് സാധിച്ചില്ല എന്നത് മറ്റൊരു വാസ്തവം. സമ്മേളനം അവസാനിച്ചതോടെ MV ഗോവിന്ദൻ വീണ്ടും CPMന്റെ അമരത്ത് തുടരും. കാർക്കശ്യത്തോടെ പറഞ്ഞു തുടങ്ങിയാലും തുറന്ന ചിരിയിൽ പരിഭവങ്ങൾ തീർക്കും. എന്തും പ്രത്യയശാസ്ത്രത്തിന്റെ മേമ്പൊടിയോടെ അവതരിപ്പിക്കും. അതാണ് ഗോവിന്ദൻ മാസ്റ്റർ. KK ശൈലജ, MV ജയരാജൻ, CN മോഹനൻ എന്നിങ്ങനെ സെക്രട്ടേറിയറ്റിലെ 3 പുതുമുഖങ്ങൾ. സീനിയറായ ജില്ലാ സെക്രട്ടറിമാർ എന്നത് മാത്രമല്ല ഇവരുടെ യോഗ്യത. VS പിണറായി പോര് പാർട്ടിയുടെ മറ്റ് സംഘടനകളിലേക്ക് പടർന്ന വേളയിൽ പിണറായി പക്ഷത്തിനു വേണ്ടി DYFA കാത്ത പഴയ ഭാരവാഹികളായിരുന്നു CN മോഹനനും MV ജയരാജനും. PK ശ്രീമതിക്ക് പകരം മുൻ മന്ത്രിയായിരുന്ന KK ശൈലജയെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷേ വനിതാ പ്രാതിനിധ്യം അപ്പോഴും ഒന്നിലൊതുങ്ങി. അതേസമയം എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും P. ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താതിരുന്നത് തെറ്റായ ഒരു തീരുമാനമാണ്. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽപ്പെടുകയും തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുകയും ചെയ്ത EP ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിലനിർത്തിക്കൊണ്ട് എടുത്ത ഈ തീരുമാനം പൊതുസമൂഹത്തിന് മാത്രമല്ല CPM അണികൾക്ക് പോലും ബോധ്യപ്പെടുന്നതല്ല. ഇടതുപക്ഷ മുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റി നിർത്തിയ EP പാർട്ടി പദവിയിൽ നിന്നും മാറ്റി നിർത്താതിരുന്നത് തെറ്റായ സന്ദേശമാണ് പാർട്ടി അണികൾക്ക് നൽകുന്നത്. ഈ സാഹചര്യത്തിൽ എന്താണ് P. ജയരാജന്റെ അയോഗ്യത എന്നതും എന്താണ് EP ജയരാജന്റെ യോഗ്യത എന്നതിനും CPM നേതൃത്വം മറുപടി പറയേണ്ടതുണ്ട്. EP ജയരാജനോട് ക്ഷമിക്കാമെങ്കിൽ കൊല്ലത്തെ വിഭാഗീയത വിഷയത്തിന്റെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട മഹിളാ അസോസിയേഷൻ നേതാവ് സൂസൻ കോടിയോടും CPM നേതൃത്വത്തിന് ക്ഷമിക്കാമായിരുന്നു. എന്നാൽ അത് സംഭവിച്ചില്ല. കേരളം തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ താഴെത്തട്ട് മുതൽ സംഘടനയെ സജീവമായി വിജയകരമായി സമ്മേളനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ CPMനും ഇടതുപക്ഷത്തിനും കരുത്താകും. CPM നേതൃത്വം ഒതുക്കുന്നുവെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച KK ശൈലജയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കുക വഴി ഈ വിമർശനങ്ങളുടെ മുനകൂടിയാണ് CPM ഒടിച്ചിരിക്കുന്നത്.